ഹായ് ഫ്രണ്ട്സ്, ഇൻഫിനിറ്റ് റോഡ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിരപ്പള്ളിയിലെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം പാർക്കിലാണ്. അപ്പോൾ ഇവിടെ ഇത് വരുന്ന സ്ഥലം, കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റേഷനില്ലേ, വെറ്റിലപ്പാറയ്ക്ക് നമ്മൾ അതിരപ്പള്ളി പോകുന്ന പ്ലാന്റേഷൻ റൂട്ടിൽ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റുമേ പ്രകൃതി ഗ്രാമം പാർക്ക്. അപ്പോൾ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ കുറേ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പുഴയിൽ ഇറങ്ങുന്നതിനെ പറ്റും. പിന്നെ ടിക്കറ്റ് നിരക്കുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൽട്ട്സിന് 20 രൂപയും ചിൽഡ്രൻസിന് 10 രൂപയും, കാർ പാർക്കിങ്ങിന് 30 രൂപയും, ബൈക്ക് പാർക്കിങ്ങിന് 10 രൂപയാണ്. പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വേറെയുണ്ട്. അപ്പോൾ ഇതാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ കവാടം. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. ഇവിടെ എന്തോ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രതീക്ഷിച്ചത് ശരി തന്നെ, ഇവിടെ എന്തോ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. ഇതൊരു ഐസ്ക്രീം ഷോപ്പായിരുന്നേ, അപ്പോൾ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. നമുക്ക് എന്നാൽ ഇനി പുഴയിലേക്ക് തന്നെ പോവാം. ഇവിടെ ഇപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് പുഴയിലൊക്കെ ഭയങ്കര വെള്ളമാണ്. ഞാൻ പറഞ്ഞ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല, കാര്യം ഇവിടെ ഭയങ്കര വെള്ളത്തിൻ്റെ ഇരപ്പാണ്. പോണ വഴിക്ക് ഒരു മലയണ്ണാനെ കണ്ടേ, അവനെന്തോ കാര്യമായിട്ട് തിന്നോണ്ടിരിക്കുക. അപ്പോൾ അതിന് സമീപം തന്നെ ഒരു കുരങ്ങനുണ്ട്, ഫാമിലിയാണ്. അപ്പോൾ എന്നെ കണ്ടിട്ടും വലിയ പേടിയൊന്നുമില്ല, കാര്യം ഇവർ എല്ലാ ദിവസവും കുറേ ആൾക്കാരെ കാണുന്നതുകൊണ്ടാണ് വേണം. അതിനെന്തോ കാര്യമായിട്ട് ഇവനും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ പുഴയിലേക്ക് പോകേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് പതിയെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് കൂടുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ താഴെ കൂടെ വെള്ളം അടിച്ചൊഴുകുന്നുണ്ട്. നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴിയിലേക്ക് ചെല്ലുമ്പോഴാണ് പ്രശ്നം. കാര്യം പുഴയിലേക്ക് നോ എൻട്രിയാണ്. അങ്ങനെ പുഴയിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ നമുക്കിനി തൂക്കുപാലത്തിലേക്ക് പോകാം. മഴക്കാലമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. പിന്നെ ഈ പുഴ ഒഴുകണത് ചാലക്കുടി ചെന്നിട്ട് പിന്നെ മണപ്പുറം, അത് കഴിഞ്ഞ് എടയാറ്, അത് കഴിഞ്ഞ് അഴീക്കോട് വഴി അറബിക്കടലിലേക്കാണ് വന്ന് കയറുന്നത്. അതുവരെ ഈ പുഴ നല്ല ശക്തിയായിട്ടാണ് ഇപ്പോൾ ഒഴുകുന്നത്. പിന്നെ ഇവിടെ നിറയെ പോട്ട് ഹോൾസാണ്, അതായത് പാറയിലുണ്ടാകുന്ന കുറേ കുഴികളില്ലേ, ഭയങ്കര അപകടം നിറഞ്ഞ കുഴികളാണ്. അത് ഇവിടെ കുറേ ഉണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി വർഷങ്ങൾ കൊണ്ട് ഈ പുഴയിൽ ഒഴുകി വരുന്ന ചെറിയ കല്ലുകളും മറ്റും പുഴയിലെ പാറയുമായി ഫ്രിക്ഷൻ, അതായത് ഉരസലുണ്ടാവുകയും അതിൻ്റെ തൽഫലമായി തന്നെ വലിയ കുഴികളായി കാലക്രമേണ രൂപപ്പെടുന്നതാണ് ഈ പോട്ട് ഹോൾസ്. പുഴയിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ പാലം കയറി തുടങ്ങുകയാണേ. അപ്പോൾ ഈ പാലം കണക്റ്റ് ആവുന്നത് തുമ്പൂർമൊഴി ഗാർഡൻസിലേക്കാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പൂർമൊഴി ഗാർഡൻസിൽ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണേ. അതായത് ഏഴാറ്റുമുഖത്ത് ടിക്കറ്റ് വെച്ച് തുമ്പൂർമൊഴി ഗാർഡൻസിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. മോനെ ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം കേട്ടോ. അയ്യോ ഓക്കെ, ഭയങ്കര കാറ്റാ. അവിടെ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഒലിച്ചൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ഭയങ്കര കാറ്റാണ്. അതായത് ക്യാമറയിൽ നിന്ന് ഞാൻ കൈ വിട്ട് കഴിഞ്ഞാൽ പറന്ന് താഴെ പുഴയിൽ വീഴും. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയും കാറ്റുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. എന്നാലും നല്ല കാറ്റുണ്ട്. പുഴയിലിറങ്ങാൻ പറ്റാത്തതിന് നല്ല സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല, പാലത്തിലെല്ലാം കയറാൻ പറ്റിയല്ലോ. നിങ്ങൾ അതിരപ്പള്ളി വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെയും വരണേ, കാര്യം ഇവിടെ കാണാൻ അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ നിങ്ങൾക്ക് പുഴയിലിറങ്ങി കുളിച്ചിട്ടും പോകാം. അപ്പോൾ പുഴയിലിറങ്ങി കുളിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, പാറയിൽ ഒരുപാട് കുഴികളുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ വിസിറ്റ് ചെയ്താലും സേഫ്റ്റി മറക്കരുതേ. പാലത്തിന് നല്ല ജെർക്കിങ് ഉണ്ട്, അതായത് കാറ്റടിച്ചിട്ടുള്ള വൈബ്രേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് പേടിയൊക്കെ തോന്നെങ്കിലും പേടിക്കാൻ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും എന്തായാലും ഈ പാലത്തിനില്ല. അപ്പോൾ നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത് തുമ്പൂർമൊഴി ഗാർഡൻസിലേക്കാണ്.
ഫ്രണ്ട്സ്, നമുക്ക് തുമ്പൂർമൊഴി ഗാർഡൻസിലേക്ക് കയറാൻ പറ്റിയില്ല. ഇവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നുമില്ല, ഓൺലി ക്യാഷ് മാത്രമുള്ളേ. അങ്ങനെ എൻ്റെ കയ്യിൽ കാശുണ്ടായില്ല, അക്കൗണ്ടിലായിരുന്നു കാശ്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ നിരാശയോടെ ഞാൻ തിരിച്ച് ഏഴാറ്റുമുഖത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണേ, ഏഴാറ്റുമുഖത്ത് ഓൺലൈൻ പേയ്മെൻ്റ് ഉണ്ട്, തുമ്പൂർമൊഴിയിൽ ഓൺലൈൻ പേയ്മെൻ്റ് ഇല്ല. അപ്പോൾ തിരികെ വന്നപ്പോൾ കിഡ്സ് പാർക്കിലൊന്ന് കയറാമെന്ന് വിചാരിച്ച്. അപ്പോൾ കിഡ്സ് പാർക്കിലും നോ എൻട്രി. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ കിഡ്സ് പാർക്കും പുഴയും തമ്മിൽ വലിയ ദൂരവ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളുടെ സേഫ്റ്റി മാനിച്ചിട്ടാണ് അവിടേക്കും നോ എൻട്രി തന്നെ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ ഒരിക്കലും കവറോ സഞ്ചിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ബൈക്കിൽ വയ്ക്കരുത്. കാര്യം തിരിച്ചു വരുമ്പോൾ അത് ഉമ്മാർ കൊണ്ടുപോകും. അതുകൊണ്ട് സ്വന്തം സാധനങ്ങൾ സ്വന്തം റിസ്കിൽ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.